ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം. മൊത്തം 40 കോടിയോളം ഭക്തർ. അതായത് യുഎസിലെയും റഷ്യയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ. 45 ദിവസത്തെ ആഘോഷം. ചിലവ് ഏകദേശം 7000 കോടി രൂപ. മഹാകുംഭനഗർ എന്ന താൽക്കാലിക നഗരം ഒരുക്കിയത് 10,000 ഏക്കറിൽ. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇത്തവണ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് പ്രയാഗിൽ നടക്കുന്ന മഹാകുംഭമേള വിലയിരുത്തപ്പെടുന്നത്. 144 വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന പരിപാടി. കുംഭമേളയെക്കുറിച്ച് നിരവധി മിഥ്യകൾ പ്രചാരത്തിലുണ്ട്. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുമുണ്ട്. വേദങ്ങളിലും പുരാണങ്ങളിലും ഈ ഉത്സവത്തെ പരാമർശിക്കുന്നുണ്ടെന്ന് ചിലർ പറയുമ്പോൾ കഷ്ടിച്ച് 2 നൂറ്റാണ്ടുകൾ മുന്നെയാണ് ഇത് തുടങ്ങിയതെന്നാണ് മറ്റ് ചിലർ പറയുന്നത്. സത്യത്തിൽ എന്താണ് കുംഭമേള? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം? ദശലക്ഷക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്? മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് എത്ര വരുമാനം നേടിക്കൊടുക്കും? മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം, ഏറ്റവും ചരിത്രമുള്ള മതാഘോഷം, വിപുലമായ ഒരുക്കങ്ങൾ, ദാർശനിക മാനം തുടങ്ങി കുംഭമേളയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്. 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള, 12 വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേള, 144 വർഷമാകുമ്പോൾ മഹാകുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത്. പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണത്തിലെ അദൃശ്യ നദി സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനത്തും, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും, മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ക്ഷിപ്രയുടെ തീരത്തും 3 വർഷ ഊഴത്തിലാണ് കുംഭമേള നടക്കുന്നത്. കുംഭമേളയുടെ കാലയളവിൽ വിശേഷ ദിവസങ്ങളിലെ പുണ്യമായ സ്നാനങ്ങളാണ് പ്രധാനം. പ്രയാഗ്രാജിൽ യമുനയും സങ്കല്പ നദിയായ സരസ്വതിയും ചേരുന്ന സംഗമത്തിലാണ് സ്നാനം. മകരസംക്രാന്തി, പൗഷ് പൂർണിമ, മൗനി അമാവാസി, ബസന്ത് പഞ്ചമി, മാഘി പൂർണിമ, മഹാശിവരാത്രി എന്നിങ്ങനെയാണ് കുംഭമേളയെ തരംതിരിച്ചിരിക്കുന്നത്. ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഈ വർഷം ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. കുംഭമേളയെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതാണ്. കുംഭം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം കുടം അല്ലെങ്കിൽ പാത്രം എന്നാണ്. എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം നേടാൻ മോഹവുമായി ഒത്തുചേർന്നു. മരണത്തെ ജയിക്കാനുള്ള അമൃത് നേടുന്നതിനായി പാലാഴി കടഞ്ഞു. ഒടുവിൽ ലഭിച്ച അമൃത കുംഭം കൈക്കലാക്കാനായി തർക്കമായി. ഇതിനിടെ അമൃത് അസുരന്മാർക്ക് ലഭിക്കാതിരിക്കാൻ ഇന്ദ്രന്റെ മകൻ ജയന്ത് അത് ഉണ്ടായിരുന്ന കലവുമായി ഓടിയെന്നാണ് ഒരു കഥ. ഇതോടെ സൂര്യനും അവന്റെ മകൻ ശനിയും ബൃഹസ്പതിയും ചന്ദ്രനും ജയന്തിന്റെയും പിന്നാലെ ഓടി. ജയന്ത് 12 ദിവസം ഓടിയെന്നും അപ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക്, ത്രയംബകേശ്വർ എന്നീ 4 സ്ഥലങ്ങളിൽ അമൃത് ഒഴുകിയെന്നുമാണ് വിശ്വാസം. ദേവന്മാരുടെ ഒരു ദിവസം എന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ്. അങ്ങനെ സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ 12 വർഷത്തിലും ഈ സ്ഥലങ്ങളിൽ കുംഭമേള ആഘോഷിക്കുന്നുവെന്നാണ് ഒരു ഐതിഹ്യം. അമൃത് ഒഴുകിയെന്ന് വിശ്വസിക്കുന്ന 4 സ്ഥലങ്ങളും നദികളുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാറിൽ ഗംഗയും, പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനവും, ഉജ്ജയിനിയിൽ ക്ഷിപ്രയും, നാസിക് ത്രയംബകേശ്വരിൽ ഗോദാവരിയുമാണ്. ഈ നദികളിൽ മുങ്ങിക്കുളിച്ചാൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കാനാകും എന്നാണ് വിശ്വാസം. അമൃതിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ അസുരന്മാരെ ദേവന്മാർ തോൽപ്പിച്ചു. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഗരുഡൻ അമൃത കുംഭത്തെ മഹാമേരു പർവ്വതത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു എന്നാണ് മറ്റൊരു കഥ. അമൃത് എന്നതിന് ജ്ഞാനം എന്നും അർത്ഥമുണ്ട്. അമൃതിന്റെ മർദ്ദത്തിന്റെ ഫലമായി ഓരോ 12 വർഷം കൂടുമ്പോഴും അതിന്റെ ഒരു അംശം ഭൗമാന്തർഭാഗത്തുകൂടി ഈ 4 പുണ്യസങ്കേതങ്ങളിലെ നദീജലത്തിൽ കലരും എന്നാണ് വിശ്വാസം. ഇതേപോലെ അമൃതിനായി ദേവന്മാരും അസുരന്മാരും 12 ദിവസം യുദ്ധം നടത്തിയെന്നും അതിനിടെ കുംഭത്തിൽ നിന്ന് 4 തുള്ളികൾ ഭൂമിയിൽ പതിച്ചുമെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. എന്തായാലും നദികളിൽ മുങ്ങിക്കുളിച്ച് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് മിക്കവരും ഇവിടെ എത്തുന്നത്. തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഇടവേളയെടുത്ത് ആത്മീയ പാതയിൽ ഇത്തിരി കാലം ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തുന്നവരുണ്ട്. എന്തായാലും ലോകമെമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠർ മുതൽ ഗവേഷകർ വരെ കുംഭമേളയുടെ ഭാഗമാകും. വിവിധ തരത്തിലുള്ള സംഭാവനകൾ ഇവിടെ നൽകുന്നവരുണ്ട്. കുംഭം നിറയെ നെയ്യോ മറ്റോ ഇവിടെ ദാനം ചെയ്യുന്നത് പുണ്യം നൽകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. നിരവധി ആളുകൾ എത്തുന്നതിനാൽ പ്രാദേശിക ജനതയുടെ വിപണിക്കും പുത്തനുണർവ് നൽകുന്നതാണ് കുംഭമേള. ചരിത്രപരമായി വെനീഷ്യൻ നാണയങ്ങളും യൂറോപ്യൻ കളിപ്പാട്ടങ്ങളും മേള മാർക്കറ്റുകളിൽ കണ്ടതായി രേഖകളുണ്ട്. കുംഭമേള നടക്കുമ്പോൾ ലോകമെമ്പാടും നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. ഭാരതത്തിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ചെറു പട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും കോടിക്കണക്കായ മനുഷ്യർ, ഹിമാലയത്തിൽ നിന്ന് ഏകാന്ത താപസർ, സന്യാസ സംഘങ്ങളായ അഘോടകളുടെ ഘോഷയാത്രകൾ, ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്നും
കുംഭമേളയുടെ രഹസ്യം തേടി വിദേശ സഞ്ചാരികൾ തുടങ്ങി ഗംഗാതീരത്ത് ആ ദിനങ്ങളിൽ വൈവിധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടക്കും. ഉയരുന്ന നാമസങ്കീർത്തനങ്ങളിൽ ഹിന്ദിയും സംസ്കൃതവും ബംഗാളിയും ഗുജറാത്തിയും മറാത്തയും തെലുങ്കും കന്നഡയും ഉൾപ്പെടെ എല്ലാ ഭാഷകളുമുണ്ട്. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യമുള്ള മറ്റൊരു മനുഷ്യ സംഗമം കുംഭമേളയല്ലാതെ മറ്റൊന്നില്ല. AI പവേർഡ് ക്യാമറകൾ, ഗൂഗിൾ അസിസ്റ്റഡ് നാവിഗേഷൻ, കൂട്ടം തെറ്റുന്നവരെ കണ്ടെത്താൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കേന്ദ്രം, നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് എന്നിവയെല്ലാം കുംഭമേളയിലുണ്ട്. ഡിജിറ്റൽ സഹയാത്രികനാണ് കുംഭ് സഹായക് എന്ന് പേരിട്ടിരിക്കുന്ന ചാറ്റ് ബോട്ട്. ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ 10 ഭാഷകളിൽ ടെക്സ്റ്റ് ചെയ്തോ ശബ്ദത്തിലൂടെയോ തീർത്ഥാടകർക്ക് സഹായിക്കിനോട് ആശയവിനിമയം നടത്താം. പോകേണ്ട സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, പൂജാസമയം, പാർക്കിംഗ് സ്ഥലങ്ങൾ, അവിടങ്ങളിലേക്കുള്ള വഴികൾ തുടങ്ങിയവയെല്ലാം ചോദിച്ചാൽ AI സഹായക് പറഞ്ഞു തരും. വിനോദസഞ്ചാരികൾക്ക് പ്രയാഗ്രാജിനടുത്ത് പോകാവുന്ന ഇടങ്ങൾ, താമസ സൗകര്യം എന്നിവയും അറിയാം. മഹാകുംഭ് ഒഫീഷ്യൽ മൊബൈൽ ആപ്പിൽ AI സഹായക് ഉണ്ട്. മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം 2 ലക്ഷം കോടി രൂപ ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടൽ. മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ല ഉൾപ്പെടെ രൂപവൽക്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഇവിടെ 50 ലക്ഷം മുതൽ 1 കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. പാർക്കിംഗ് ഏരിയ മാത്രം 1850 ഹെക്ടറിലാണ്. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന 40 കോടി ജനങ്ങളിൽ ഓരോരുത്തരും 5000 രൂപ വെച്ച് ചെലവാക്കിയാൽ തന്നെ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം 2 ലക്ഷം കോടി രൂപയായിരിക്കും. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ കണക്ക് പ്രകാരം പാക്കേജ് ഭക്ഷണം, വെള്ളം, ബിസ്ക്കറ്റ്, ജ്യൂസുകൾ, മീൽസ് എന്നിവ അടങ്ങുന്ന ഭക്ഷണവും വെള്ളവും എന്ന വിഭാഗത്തിൽ നിന്ന് തന്നെ ഏകദേശം 20,000 കോടി വരുമാനം ലഭിക്കും. എണ്ണ, വിളക്കുകൾ, ഗംഗാജലം, വിഗ്രഹങ്ങൾ, ചന്ദനത്തിരി, മതഗ്രന്ഥങ്ങൾ എന്നിവ അടങ്ങുന്ന പൂജാദ്രവ്യങ്ങളും ആരാധനാ വസ്തുക്കളും ഉൾപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് 20,000 കോടിയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാദേശിക അന്തർ സംസ്ഥാന യാത്രകൾ, ടാക്സികൾ, ചരക്ക് ഗതാഗതം എന്നിവ ഉൾപ്പെടുന്ന യാത്രാസംബന്ധമായ വിഭാഗത്തിൽ 10,000 കോടിയും, വിനോദസഞ്ചാരം, ടൂർ ഗൈഡുകൾ, ട്രാവൽ പാക്കേജുകൾ എന്നിവയടങ്ങുന്ന ടൂറിസം വിഭാഗത്തിൽ നിന്ന് 10,000 കോടിയും ലഭിക്കുമെന്നാണ് CAITയുടെ വിലയിരുത്തൽ. താൽക്കാലിക വൈദ്യസഹായ ക്യാമ്പുകൾ, മരുന്നുകൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് 3,000 കോടി രൂപ ലഭിച്ചേക്കും. ടിക്കറ്റ്, ഡിജിറ്റൽ പണമിടപാടുകൾ, വൈഫൈ ഉപയോഗം, മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയിലൂടെ 1000 കോടി ലഭിക്കും. വിനോദോപാധികൾ, പരസ്യങ്ങൾ, പ്രമോഷണൽ പരിപാടികൾ എന്നിവയിലൂടെ 10,000 കോടിയും ലഭിക്കുമെന്നാണ് CAITയുടെ കണക്കുകൂട്ടൽ. കുംഭമേളയുടെ തീയതികൾ നിർണ്ണയിക്കുന്നത് രാശിചക്രത്തിലെ വ്യാഴം, സൂര്യൻ, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനങ്ങളാണ്. ഇത് പുണ്യനദികളിൽ ഒരു കോസ്മിക് അമൃത് പോലുള്ള ഗുണം സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ കുംഭമേള മാറി മാറി നടക്കുന്നു. ഓരോ സ്ഥലവും 12 വർഷത്തിലൊരിക്കൽ മേളയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഒരു മുഴുവൻ സൈക്കിൾ പൂർത്തിയാക്കുന്നു. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു കോസ്മിക് യുദ്ധത്തിൽ അമർത്യതയുടെ അമൃതിന്റെ തുള്ളികൾ ഈ 4 സ്ഥലങ്ങളിൽ വീഴുകയും നദികളെ പവിത്രമാക്കുകയും ചെയ്തു. 2013 പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള 10 കോടി ആളുകളുടെ റെക്കോർഡ് ജനക്കൂട്ടത്തെ ആകർഷിച്ചു. അത് ഭൂമിയിലെ ഏറ്റവും വലിയ ഒത്തുചേരൽ എന്ന പദവി നേടി. 2 സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ് കുംഭമേള. ഹർഷവർദ്ധന രാജാവിന്റെ കാലത്തെ ചൈനീസ് സഞ്ചാരിയായ സുവാങ്സോങ്ങിന്റെ വിവരണങ്ങളിൽ നിന്നുമാണ് ആദ്യത്തെ രേഖാമൂലമുള്ള പരാമർശം. 2013 കുംഭമേള ഏകദേശം 12,000 കോടി വരുമാനമുണ്ടാക്കുകയും 6,50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. 2013 മേളയ്ക്കായി ഉദ്യോഗസ്ഥർ 14 താൽക്കാലിക ആശുപത്രികൾ സ്ഥാപിച്ചു. 243 ഡോക്ടർമാർ, 40,000-ലധികം ടോയ്ലറ്റുകൾ, ക്രമസമാധാനം നിലനിർത്താൻ 50,000 പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു. വസ്ത്രം ത്യജിക്കുന്ന നാഗങ്ങൾ ഉൾപ്പെടെ വിവിധ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നുള്ള വിശുദ്ധ പുരുഷന്മാരെ ഉത്സവം ആകർഷിക്കുന്നു. ദിവസേന 3 പ്രാവശ്യം കുളിക്കുന്ന കൽപ്പകവാസികൾ, കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കുന്ന ഊർധ്വവാഹുരും, അനശ്വരതയുടെ അമൃതനായുള്ള പുരാണ യുദ്ധം, ഭൂമിയിലെ 12 വർഷത്തിന് തുല്യമായ 12 ആകാശ ദിവസങ്ങൾ നീണ്ടുനിന്നു. ഇത് ഒരു സ്ഥലത്ത് കുംഭമേളകൾ തമ്മിലുള്ള ഇടവേളയെ പ്രതീകപ്പെടുത്തുന്നു. കുംഭമേള സമയത്ത് നദികളിൽ മുങ്ങി കുളിക്കുന്നത് പാപങ്ങളെ ശുദ്ധീകരിക്കുകയും മോക്ഷം നേടുന്നതിന് സഹായിക്കുകയും ചെയ്യുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കുംഭമേള ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിന്റെ ഒരു സാക്ഷ്യമായി നിലകൊള്ളുന്നു. വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ആഘോഷത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.